നമ്മുടെ ഒരു സ്വന്തം ലക്ഷ്മി നായർ. നമസ്കാരം മാം. നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമ്മുടെ കയ്യിൽ സത്യമുണ്ടെങ്കിൽ, നന്മയുണ്ടെങ്കിൽ വി ക്യാൻ ബി സ്ട്രോങ്. നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ആരെ പേടിക്കണം? നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം, നമ്മൾ ഭയക്കണം, നമ്മൾ ഒളിച്ച് പോകണം. പക്ഷെ അങ്ങനെ അല്ലാത്തടത്തോളം നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ ട്രൂത്ത് ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ആത്മാഭിമാനം എന്നൊരു സാധനം ഉണ്ട്, സെൽഫ് പ്രൈഡ്. അതൊരു അഹങ്കാരം എന്നല്ല പറയുന്നത്, ആത്മാഭിമാനം തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് ഉള്ളിടത്തോളം നമ്മളൊന്നും പേടിക്കണ്ട. നമ്മൾ ആരുടെ ഫ്രണ്ടിൽ ചെന്ന് മുട്ടുകുത്തേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ആ കാര്യത്തിലൊക്കെ വളരെ പർട്ടിക്കുലറാണ്. ആക്ച്വലി ഞാൻ സ്ട്രോങ് ആണോന്ന് ചോദിച്ചാൽ കരയുമൊക്കെ ചെയ്യും. ആക്ച്വലി വന്നാൽ കരയും. പണ്ട് കുറച്ചുകൂടെ വീക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ കുറച്ചുകൂടെ സ്ട്രോങ്ങറായി. അതാണ് ഞാൻ പറഞ്ഞത്, ലൈഫ് സ്ട്രഗിൾസിലൂടെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് അങ്ങനത്തെ അപ്സെറ്റിംഗ് സിറ്റുവേഷൻസിലൂടെ പോകുമ്പോൾ നമ്മൾ സ്ട്രെങ്ത് കൂടും. അങ്ങനെ സ്ട്രെങ്ത് വരുള്ളൂ. നമ്മൾ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെങ്ത് വരില്ല. കൈനീട്ടം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ അല്ലേ? പൈസയ്ക്ക് അപ്പൊ നമുക്ക് അപ്പോഴല്ലേ പോക്കറ്റ് മണിയാണ് കിട്ടുന്നത്, അച്ഛനമ്മമാരുടെ കൂടെയൊക്കെ ഉള്ള. അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വലുതായി കഴിയുമ്പോൾ നമ്മളല്ലേ കൊടുക്കുന്നത്. വിഷു കൈനീട്ടം നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നു. അങ്ങനെ കണി കാണും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളായി കഴിഞ്ഞപ്പോൾ അവരെല്ലാം അതുപോലെ ആ ട്രഡീഷൻ നമ്മൾ കൊണ്ടുപോകണമല്ലോ, അവരെയൊക്കെ ശീലിപ്പിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ കണ്ണുപൊത്തി കൊണ്ടുപോയി കൃഷ്ണൻ്റെ ഈ ഒരുക്കം കാണിക്കുക, വിഷുവിൻ്റെ ഒരുക്കം. ഓക്കെ, പിന്നെ വിഷു കൈനീട്ടം കൊടുക്കുക. അങ്ങനെയല്ല, നമുക്കിങ്ങനെ കോടിയെടുക്കുന്ന പരിപാടിയൊന്നും ആസച്ച് ഇല്ല വിഷുവിന്. പിന്നെ ഇപ്പോഴത്തെ വിഷു എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെല്ലാം ചാനൽ വിഷു ആണ് കൂടുതലും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. അപ്പോൾ വിഷു ആണ് ഇന്ന്. എൻ്റെ വിഷു സ്പെഷ്യലില് എൻ്റെ ഷോയില് ഒരു അടിപൊളി ഒരു ഗസ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആളെക്കുറിച്ച് ഒരുപാട് ഞാൻ വലിച്ചു നീട്ടി ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല. നമ്മുടെ ഇവരുടെ സ്വന്തം ലക്ഷ്മി നായർ. നമസ്കാരം മാം. വെൽക്കം ടു ദ ഷോ. താങ്ക് യു മാം. പറയായിരുന്നു എന്താ പറയാനുള്ളത്, കാരണം ഞാനൊരു ഓപ്പൺ ബുക്കാണ്, എല്ലാവർക്കും എല്ലാ സ്റ്റോറിയും അറിയാം. പക്ഷെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് മാം വരുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച്. അത് വിഷു സന്തോഷം. മാം നല്ല ഐശ്വര്യത്തോടെ ഇരിക്കുന്നു, മുല്ലപ്പൂ എല്ലാം ചൂടി. ആദ്യം തന്നെ ഞാൻ അന്ന് കണ്ട കാലം തൊട്ട് ഇപ്പൊ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? പ്രത്യേകിച്ചൊന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഹാപ്പിനെസ്, അതാണ്. പിന്നെ നമ്മൾ എപ്പോഴും ലൈം ലൈറ്റിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. നമുക്ക് എപ്പോഴും ആക്റ്റീവാണ്. ഇങ്ങനെ എന്താ പറയാ, മനസ്സിന്റെ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. ആക്ടിവിറ്റി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബോറിങ് അല്ലാണ്ട് നമ്മൾ ലൈഫ് പോകുമ്പോൾ ഐ തിങ്ക് നമ്മളൊരു ഹാപ്പിനെസ്, പോസിറ്റിവിറ്റി ഫേസിലും കാണാൻ പറ്റും. ആ ഒരു പോസിറ്റിവിറ്റി ആണ് വരുന്നത്. എങ്ങനെ മാമിന്റെ ഒരു വിഷു എന്ന് കേൾക്കുമ്പോ മാമിന്റെ മനസ്സിൽ എന്താ വരുന്നത്? വിഷു ഇപ്പൊ ഒന്നും അത്ര ഇവന്റ്ഫുൾ അല്ല ആക്ച്വലി പറഞ്ഞാല്. പണ്ടൊക്കെ ആണെങ്കിൽ വിഷു എന്ന് പറയുമ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ ഭയങ്കര രസമല്ലേ വിഷു. നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോ വിഷു നമുക്ക് എല്ലാവരും ഇങ്ങനെ നമ്മൾ ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഉറ്റുനോക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ്. കൈനീട്ടം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ അല്ലേ? പൈസയ്ക്ക് അപ്പൊ നമുക്ക് അപ്പോഴല്ലേ പോക്കറ്റ് മണിയാണ് കിട്ടുന്നത്, അച്ഛനമ്മമാരുടെ കൂടെയൊക്കെ ഉള്ള. അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വലുതായി കഴിയുമ്പോൾ നമ്മളല്ലേ കൊടുക്കുന്നത്. വിഷു കൈനീട്ടം നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നു. അങ്ങനെ പിന്നെ വിഷു നമുക്ക് ട്രിവാൻഡ്രം സൈഡിലെ വിഷുവിന് ഓണം പോലെയുള്ള അത്രയും ഫെസ്റ്റിവിറ്റി ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാല് അല്ലേ, ഓണസദ്യ പോലെ തന്നെ വിഷു സദ്യ അങ്ങനെയൊക്കെ ഭയങ്കര, തൃശ്ശൂർ സൈഡിൽ ആ സൈഡിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? ആ ഭാഗത്തേക്കൊക്കെ പോകും, പാലക്കാട്. അതെ, ഭയങ്കര വ്യത്യാസമാണ്. പക്ഷെ ട്രിവാൻഡ്രത്തോടും അത്രയില്ല. എങ്കിലും നമ്മള് കണി കാണും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളായി കഴിഞ്ഞപ്പോൾ അവരെല്ലാം അതുപോലെ ആ ട്രഡീഷൻ നമ്മൾ കൊണ്ടുപോകണമല്ലോ, അവരെയൊക്കെ ശീലിപ്പിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ കണ്ണുപൊത്തി കൊണ്ടുപോയി കൃഷ്ണന്റെ ഈ ഒരുക്കം കാണിക്കുക, വിഷുവിന്റെ ഒരുക്കം. ഓക്കെ, പിന്നെ വിഷു കൈനീട്ടം കൊടുക്കുക. അങ്ങനെയല്ല, നമുക്കങ്ങനെ കോടിയെടുക്കുന്ന പരിപാടിയൊന്നും ആസച്ച് ഇല്ല വിഷുവിന്. പിന്നെ ഇപ്പോഴത്തെ വിഷു എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെല്ലാം ചാനൽ വിഷു ആണ് കൂടുതലും അതിൽ പല ചാനൽസ് കാണുന്നത്. പിന്നെ ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ അങ്ങനെ. പിന്നെ ഹോട്ടൽസ് ആണെങ്കിൽ വിഷു സ്പെഷ്യൽ സദ്യ എല്ലാം എടുത്തപ്പോൾ ഇപ്പൊ എല്ലാം മറ്റേ പാക്കറ്റിൽ മതി. ഈവൻ ഓണം അങ്ങനെയാണല്ലോ ഇപ്പൊ, കുറച്ചുകൂടി ഈസിയറായി. പിന്നെ പായസം വെക്കും വിഷുവിന്, നേദിക്കാനായിട്ട് എന്തായാലും ഒരു പായസം ഉണ്ടാകും. സ്പെഷ്യൽ ഞാൻ സത്യം പറഞ്ഞ ഇപ്രാവശ്യത്തെ വിഷുവിന് എന്താന്ന് പ്ലാൻ ചെയ്തിട്ടില്ല.
എന്തെങ്കിലും ഒരു പായസം ഉണ്ടാവും ഓക്കെ as ഓക്കെ such. ഓക്കെ. അങ്ങനെ ഇതിപ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ജസ്റ്റ് വിഷുവിന് മുന്നേ ആയതുകൊണ്ട് ഇത് കാണുമ്പോ ഏതെങ്കിലും ഒരു പായസം ഉണ്ടാവും. ഞങ്ങൾ അത് അങ്ങനെ. വീഡിയോയിലൂടെ കണ്ട എനിക്ക് തോന്നുന്നു ഈ കാലിന്റെ ഇതാന്ന് തോന്നുന്നു. ഞാനൊരു ന്യൂസ് കണ്ടു, ഇനി മാം നടക്കത്തേ ഇല്ല, നടക്കാൻ അയ്യോ. പറ്റത്തില്ല, ലക്ഷ്മി നായർക്ക് നടക്കാൻ പറ്റില്ല അതറിയാലോ, ഓൺലൈൻകാരല്ലേ അത്. ഓൺലൈൻകാർ എഴുതിട്ടോ. അതിങ്ങനെ നടന്നു പോണ കാര്യം പറന്നു പോയി എന്നൊക്കെ പറയുന്ന ആൾക്കാരല്ലേ. നമ്മൾ പോലും അറിയത്തില്ല പല കാര്യങ്ങളും നമ്മളെ കുറിച്ച് പറയുമ്പോൾ. നമ്മൾ ഇതൊക്കെ എപ്പോ നമ്മൾ അറിയുന്നില്ലല്ലോ ഈ സംഭവം ഒന്നും. കാലിന് എന്തോ മാരകമായ അസുഖമായിരുന്നു. അയ്യോ, ഒരു സ്ലിപ്പ് ഡിസ്ക് വന്നു, അതിന്റെ സർജറി കഴിഞ്ഞു, കീ ഹോൾ ആയിരുന്നു. ഇറ്റ് വാസ് ഓക്കെ, ലൈക്ക് എല്ലാം ഓക്കെ ആണ്. ഉള്ളി തിങ് ഈസ് കാല് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസ് ചെയ്യണം എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതാണ് ലോങ് റണ്ണിൽ നമുക്ക് യൂസ്ഫുൾ ആവുള്ളൂ. ഇതിപ്പോ താൽക്കാലികമായിട്ടെല്ലാം ഓക്കെ. ബട്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ മസിൽസ് വീക്ക് ആവില്ലേ, അതുകൊണ്ട് കുറച്ച് സ്ട്രെങ്തനിങ് ഓഫ് മസിൽസ് നെസസറി ആണ്. അതിന് ഫിസിയോ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എനിക്ക് ജനറലി എനിക്കൊരു അല്ലാതൊരു വെൽനെസ്സിന് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ആയുർവേദ ഈ എന്താ പറയാ തിരുമല് അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അതിങ്ങനെ തേച്ച് കുളി എന്നൊക്കെ പറയില്ല, ഓയിൽ മസാജും റെജുവിനേഷൻ, അത് ഞാൻ ഇടയ്ക്ക് ഈ കർക്കിടക മാസത്തിലൊക്കെ ഒരു 10 days to 15 days ചെയ്യാറുണ്ട്. അത് കർക്കിടകത്തിൽ നടന്നില്ലെങ്കിൽ വേറെ എപ്പോഴെങ്കിലും ഒരു സമയം, വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാനത് ചെയ്യും. അതെനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നാറുണ്ട്. ഭയങ്കര റെജുവിനേറ്റിംഗ് ആണ്. നമ്മുടെ ബോഡി ഫുള്ള് നന്നായിട്ട് ഓയിൽ മസാജ് പ്ലസ് അതൊരു ട്രീറ്റ്മെന്റ്. ഇപ്പൊ പറയാ പിഴിച്ചില്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അവരെ കിഴിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഓരോ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അത് ചെയ്യാറുണ്ട്. അപ്പം ഇൻപേഷ്യൻ്റ് ആയിട്ടല്ല, പോയി വരുന്ന പേഷ്യൻ്റ് ആയിട്ടാണ് ചെയ്തത്. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ആയുർവേദ ഒരു വൈദ്യശാലയുണ്ട്, വാസ്തവിലാസം, ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ്. അവിടുത്തെ ആൾക്കാർ ഫെമിലിയർ ആണ്. പിന്നെ തിരുമന്നൊരു ലേഡിയാണ് രാധാമണി എന്ന് പറഞ്ഞത്, പുള്ളിക്കാരിയായിട്ട് വർഷങ്ങളായിട്ടുള്ളൊരു ആണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ നമ്മളിപ്പോ എന്താ പറയാ തിരുമുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫെമിലിയർ ഒരാൾ ചെയ്യുമ്പോൾ അതിനൊരു സമാധാനം. ഓയിൽ മസാജ്, പിന്നെ അതുപോലെ ചൂടുവെള്ളം, മറ്റേ സ്റ്റീമിങ്ങും, തിളച്ച് നല്ല ചൂടുവെള്ളത്തിൽ കഴുകി ഇറങ്ങാന്ന് പറയുമ്പോൾ ഭയങ്കര റിലീഫാട്ടോ. ഒരു 10-15 ദിവസം അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള എനർജി കിട്ടും. സോ ദാറ്റ് ഐ ലൈക്ക്. അതാണ് എൻ്റെ ഒരു മെയിനായിട്ട് ഞാൻ ഒരു സെൽഫ് കെയറിന്റെ ഭാഗമായിട്ട് ശരീരം സൂക്ഷിക്കുന്ന അങ്ങനെയാണ്. ചോദിക്കാനിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാ ഈ ഞാൻ നമ്മുടെ യൂട്യൂബ് ഒക്കെ എടുത്തിട്ട് മിക്കതിനും കമന്റ്സ് റിപ്ലൈ ഉണ്ടാവും. നമ്മളൊക്കെ ഒരു നെഗറ്റീവ് കമന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പിന്നെ ടെൻഷൻ നമുക്ക് ഒരു ദിവസം പോകും. എനിക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. ഞാനിരിക്കും. പക്ഷെ മാമിന് എങ്ങനെ പറ്റുന്നത്? എന്തൊക്കെ പറഞ്ഞാലും നെഗറ്റീവ് വരും. പിന്നെ ഡെഫിനറ്റ്ലി. അതെ. പക്ഷേ ലക്ലി എനിക്ക് എൻ്റെ യൂട്യൂബ് ഫാമിലി എന്ന് പറയുന്നത്, അത് യൂട്യൂബിൻ്റെ കാര്യത്തിൽ വെരി മിനിമം, അതായത് ഒരു 1% മേ ബി ഒരു വീഡിയോയുടെ താഴെ 1, 2, 3 നെഗറ്റീവ് അല്ലാതെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒക്കെ പോസിറ്റീവാണ്. ഭയങ്കര സ്നേഹമുള്ള മെസ്സേജസ് ആണ് വരുന്നത്. ഭയങ്കര ജെന്യുവിൻ ആയിട്ടുള്ള ഇഷ്ടം കൊണ്ട് മറുപടി തരുന്നവരാണ്. അത് സ്ഥിരമായിട്ട് വരുന്നവരും ഉണ്ട്. കുറേ ഫെമിലിയർ ആണ്. ഇപ്പോൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഭയങ്കര എനിക്കറിയാം ഒരുപാട് പേര്. അപ്പോൾ നേരിട്ട് കണ്ടതുപോലെ ഒരു ഫീൽ അവർക്കാണെങ്കിലും എന്നെ പുറത്ത് വെച്ച് കാണുമ്പോൾ എനിക്കിങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ അയ്യോ ചേച്ചി എന്ന് പറഞ്ഞ് സംസാരിക്കാനായിട്ട് വരും. അയ്യോ നമ്മൾ അത്രയും അറിയുന്ന ഒരാളെ പോലെ ഫീൽ ചെയ്യും, നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെ. അതെന്ന് വെച്ചാൽ ഇന്നലെയും കണ്ടല്ലേ, ഇപ്പോഴും കണ്ടല്ലേ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ ഒരു ഫെമിലിയാരിറ്റി അവർക്കും തോന്നും. അപ്പോൾ എനിക്ക് തിരിച്ചും പേരുകളൊക്കെ എനിക്ക് നല്ല ഫെമിലിയറാണ്, സ്ഥിരം വരുന്ന ആൾക്കാരെ. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ നെഗറ്റീവ് 1, 2, 3 വന്നേക്കും, പക്ഷെ അതപ്പം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. അതിനൊരു മറുപടി ഒന്നും അർഹിക്കുന്നില്ല. സോ എനിക്കത് ഇഷ്ടമല്ല. വെറുതെ എന്തിനാ അവർക്ക് മറുപടി. പിന്നെ അതൊരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആവും. അതിൻ്റെ താഴെ വന്ന് വേറൊരാൾ പറയും, അതിൻ്റെ താഴെ വേറൊരാൾ. എല്ലാത്തിനും മറുപടി കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലോ. ജസ്റ്റ് ഗോ ഫോർ ദ പോസിറ്റീവ്, വൈ ഗോ ആഫ്റ്റർ ദ നെഗറ്റീവ്സ്. അവരെ മനഃപൂർവ്വം നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വരുന്നവരാണല്ലോ. സോ ഇറ്റ് ഈസ് ബെറ്റർ അവരെ അങ്ങ് ഡിലീറ്റ് ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. അതവിടെ കിടക്കുമ്പോഴാണ് പിന്നെ ഒരാൾക്ക് കൊള്ളാലോ, അതിൻ്റെ താഴെ ഒരു മറുപടി കൂടെ കൊടുക്കാം. അപ്പൊ കളഞ്ഞേക്കുക, അത്രേ ഉള്ളൂ. അത് ഡിലീറ്റ് ചെയ്യാൻ പറയാം. ഡിലീറ്റ് ഫ്രം മൈൻഡ് ഓൾസോ. നമ്മുടെ മൈൻഡിൽ പോലും ഇല്ലല്ലോ. ഇത് നമുക്ക് അറിയാലോ, കാണുമ്പോൾ തന്നെ അറിയാലോ അതൊരു നെഗറ്റീവ് കമന്റ് ആണ്, മനഃപൂർവ്വം ചെയ്തിരിക്കുന്നതാണ്. അതിനു വേണ്ടി പറയാനുള്ള നെഗറ്റിവിറ്റി ഒന്നും അതിനകത്ത് ഇല്ല എന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പം സോ ദർ ഇസ് നോ പോയിന്റ്. അത് നമ്മുടെ ഏതോ ശത്രുക്കൾ വന്നിരുന്ന് മനഃപൂർവ്വം ഒരു റോങ് പ്രൊഫൈൽ, ഫോൾസ് പ്രൊഫൈൽ എടുത്തിട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ആരാന്ന് മുഖമില്ലാത്ത മനുഷ്യരല്ലേ, പറയാനുള്ളവർക്ക് നേരിട്ട് വന്ന് പറയാലോ. നേരിട്ട് പറയാൻ ആർക്ക് ധൈര്യം ഉണ്ടാവത്തില്ലല്ലോ. മാമിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്, ഇപ്പൊ എന്റെ ഒക്കെ മനസ്സില് എന്നുവെച്ചാൽ മാമിനോടൊക്കെ ഭയങ്കര പ്രൊഫഷണൽ, ഇപ്പൊ മാമൊക്കെ കുറച്ച് ചില്ലാണ്. ഞാൻ വിചാരിച്ച കുറച്ച് സീരിയസ് പേഴ്സൺ ആണ് തോന്നുന്നു. എനിക്ക് തോന്നുന്നു. അത് ഞാൻ ചോദിക്കാം, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ മുൻധാരയോട്? മുൻധാരണ സാധാരണ ചിലർക്കുണ്ടാവും. എനിക്ക് തോന്നി ഇപ്പൊ വ്ളോഗ്സ് ഒക്കെ വന്നതിന് ശേഷം കുറച്ചുകൂടെ മാറ്റമുണ്ട്. പക്ഷെ ബിഫോർ ദ വ്ളോഗ്സ് നമ്മളിപ്പോ മാജിക് അവനും ഇതൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും കേരളയിൽ തന്നെ വർഷങ്ങളായി കാണുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഈവൻ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ കാണുമ്പോഴും നമുക്ക് ഇന്ററാക്ഷൻ ഇല്ലല്ലോ മറ്റുള്ളവരെ. അന്ന് ഇതുപോലെ കമന്റ് ബോക്സോ നമ്മൾ ചെന്ന് മറുപടി പറയുന്നില്ല. അപ്പൊ
കാണുമ്പോൾ വളരെ ജോളി ആയിട്ടൊക്കെ തന്നെ പോകുന്ന ഒരാളാണെന്ന് അറിയാം. അതെ പക്ഷെ പേഴ്സണലി വന്ന് സംസാരിച്ചാൽ ഭയങ്കര സീരിയസ് ആളാണ്. പ്രത്യേകിച്ച് ആ ഒരു ടീച്ചറൊക്കെ അതെ 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 ടീച്ചർ പ്രൊഫസർ അങ്ങനെയൊക്കെ ഒരു ഭയങ്കര സീരിയസ് സീരിയസ് പേഴ്സൺ ആണോ അതെ 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 ഫീൽ ഇച്ചിരി ജാടയാണോ എന്നും ഒക്കെ ചിലപ്പോൾ തോന്നാം. ഓക്കെ, കുറച്ച് തലക്കനം ഉണ്ടോ, മുടയാണോ എന്നൊക്കെ ഒരു ഫീലിംഗ് വരാം, അറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെ അറിയാൻ പറ്റില്ലല്ലോ, ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ ഇപ്പൊ എന്റെ ഒരു തോന്നലാണ്, വ്ളോഗ്സ് വന്നതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ എന്താ പറയാ, കുറച്ചുകൂടെ ഒരു യഥാർത്ഥം നെക്സ്റ്റ് ഡോർ നെയ്ബർ അതെ അതെ അവരുടെ അതെ വീട്ടിലെ ഒരാളെ അതെ പോലത്തെ അതെ ഒരു അതെ ഫീലിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ കുറച്ചുകൂടെ എന്നെ അറിയാൻ പറ്റും. കാര്യം അതെ ഞാൻ അതെ കുറച്ചുകൂടെ വീടിന്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് കുറച്ചുകൂടെ അവരോട്ട് എന്താ പറയാ, ഒരു പേഴ്സൺ ടു പേഴ്സൺ ടോക്ക് പോലെ ഫീൽ ചെയ്യില്ലേ, ഫീൽ 1 to ചെയ്യണം 1. അതെ 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 ആ അതെ ആ ഒരു ഫീലിംഗ് ഓരോരുത്തർക്കും കിട്ടുന്നത് കൊണ്ട് ഒരു പക്ഷേ അതെ അങ്ങനെ ഇല്ലാന്നാ വിചാരിക്കുന്നത്. ഓക്കെ അല്ലെങ്കിൽ എന്നെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഓക്കെ ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്ക് മിണ്ടുന്ന ആളാണോ, സ്ട്രിക്റ്റ് ആണോ ടീച്ചർ strict ആയതുകൊണ്ട് പക്ഷെ അങ്ങനെയല്ല ആക്ച്വലി. കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് സ്ട്രിക്റ്റ് ആണ്. അതെവിടെയാ, ഇൻസൈഡ് ദ ഇൻസൈഡ് ക്യാമ്പസ് അതെ അതെ വിത്ത് സ്റ്റുഡൻസ്. ഞാൻ അങ്ങനെ ഓവറായിട്ട് അങ്ങനെ പോകും. കാര്യം നമ്മുടെ ഒരു പ്രിൻസിപ്പൾ ആവുമ്പോഴും ഒക്കെ നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ, അതെ അത് അതെ എത്ര അതെ വരെ പോകാൻ അതെ 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 പോകാതിരിക്കാതെ. പക്ഷെ അതെ ബൈ മൈസെൽഫ് ആ ഒരു ക്ലൗട്ട് മാറിക്കഴിഞ്ഞാൽ, ആ പ്രൊഫഷന്റെ ഒരു സാധനം മാറിക്കഴിഞ്ഞാൽ, ആസ് എ പേഴ്സൺ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഭയങ്കര ചില്ലാണ്. ഹലോ ഹലോ എല്ലാം എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിത്തിങ് ഈസ് ഓക്കെ ഫോർ മീ. ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി പേഴ്സൺ തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ. ഈ കുട്ടികളുടെ അടുത്ത് എങ്ങനെയായിരുന്നു, മക്കളുടെ ഒക്കെ അടുത്ത് ഭയങ്കര മക്കളുടെ അടുത്തൊക്കെ അവർക്ക് ബിറ്റ്വീൻ ദ ടു, അച്ഛനും അമ്മയും തമ്മിൽ നോക്കുമ്പോൾ അച്ഛനാണ് കുറച്ചുകൂടി പാവം, അമ്മ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ്. കുട്ടികളെ വളർത്തുന്ന സമയത്ത് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ലവിങ്ങും ഭയങ്കര ഔട്ട് ഓഫ് ദ വേ, വഴക്കൊന്നും പറയില്ല. അവര് പറയുന്ന എല്ലാം സാധിച്ചു കൊടുക്കുന്ന ഒരു മദർ തന്നെയാണ്. ഒരു സ്റ്റേജ്, അതായത് ലൈക്ക് ടീനേജ് ഒക്കെ കഴിയുമ്പോൾ അതെ അതെ സ്വാഭാവികമായിട്ട് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്കൊരു 10, 14, 13 വയസ്സൊക്കെ പിള്ളേർ വളരുന്ന സ്റ്റേജ് അതെ അല്ലേ. അതെ അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ സ്ട്രിക്റ്റ് ആകണം, ചില കാര്യങ്ങൾ വരയ്ക്കണം, അതെ സത്യം റെസ്ട്രിക്ഷൻസ് എല്ലാ പേരൻസും ആ സമയമാവും പക്ഷെ എനിക്ക് ഭാഗ്യം എന്ന് പറയട്ടെ, ബിറ്റ്വീൻ 2 കുട്ടികളാണല്ലോ, മോളും മോനും. മോളുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ വേണ്ടി വന്നിട്ടേ ഇല്ല. ഓക്കെ അത് ഭയങ്കര നല്ലൊരു മോളായിരുന്നു. നല്ല മോളെന്ന് വെച്ചാൽ എനിക്ക് ഒരു റെസ്ട്രിക്ഷനും കൊടുക്കുക. ആ കുട്ടിയുടെ ഞാൻ അങ്ങോട്ട് പറയായിരുന്നു, ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരട്ടെ, കോളേജിൽ നിന്ന് വരുമ്പോഴത്തേക്കും ബസ് വന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് ഒരു പക്ഷേ ബസ് വരുമ്പോൾ ലേറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും വിളിക്കാൻ വരണം, അപ്പൊ ഒന്ന് വിളിച്ചു പറയാനെങ്കിൽ മൊബൈൽ വാങ്ങിക്കട്ടെ എന്ന്. വേണ്ട, അവള് മൊബൈലേ യൂസ് ചെയ്തിട്ടില്ല കല്യാണം ഫിക്സ് ചെയ്യുന്നവരെ. വേണ്ടാന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അത് പറഞ്ഞിട്ട് കൂടെ പഠിച്ചിട്ടുള്ള കുട്ടികൾക്കെല്ലാം അറിയാം. ഒരു ഡിഫറെന്റ് ഗേൾ ആയിരുന്നു കേട്ടോ, ഒരിക്കലും പറയാൻ പറ്റില്ല. മൊബൈൽ വേണ്ടാന്ന് പറയുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ? ഷി വാസ് ലൈക്ക് ദാറ്റ്. അപ്പൊ ഞാൻ തന്നെ ചോദിക്കും, മൊബൈൽ വേണ്ട, അതിന്റെ ആവശ്യമില്ല, അത് എന്റെ അടുത്തിരിക്കുന്ന കുട്ടികളെ ഒന്ന് വിളിച്ചോളാം, ഞാൻ അമ്മയെ വിളിച്ച് പറയാം. അല്ലെങ്കിൽ ഇറങ്ങുന്ന അവിടെ SP ഫോർട്ട് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലാണ് അവര് ബസ് വന്നുകൊണ്ടിരുന്നത്, എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോഴാണ്. അപ്പൊ ലേറ്റായി വരികയാണെങ്കിൽ അന്നും അല്ലെങ്കിൽ അവിടെ പബ്ലിക് കോൾ ഉണ്ട്, ഫോൺ അകത്ത് കയറി ഹോസ്പിറ്റലിനകത്ത് അവരൊന്ന് വിളിച്ച് വിളിച്ച് പറയും എത്തിയിട്ടുണ്ട്, വിളിക്കാൻ വരാനായിട്ട്. അപ്പൊ 6, 7 മണിയൊക്കെ ആയി കഴിഞ്ഞാല് സന്ധ്യ ആയി പോവാണ്. മോഹൻദാസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് പഠിച്ചത്. അപ്പൊ കോളേജ് ബസ്സിലാണ് വന്ന് പോകുന്നത്. അപ്പൊ അത് അവിടെ രാവിലെ കൊണ്ടുവിടും ഞങ്ങൾ ആ സ്റ്റോപ്പിന്റെ അവിടെ, വൈകുന്നേരം തിരിച്ചു വരും. ഞാൻ ഭയങ്കര പ്രൊട്ടക്റ്റീവ് മദർ തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കര എനിക്ക് അങ്ങനെ മോളെ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ് വളർത്തിയത്. പക്ഷെ അതേസമയം അതിന്റെ വഴക്ക് പറയേണ്ടതോ അല്ലെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല, ഒരു കാര്യത്തിനും വന്നിട്ടില്ല. വളരെ ഡൗൺ ടു എർത്ത് ഒരു ഗേളായിരുന്നു. എന്താ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എന്റെ കൂടെ കോളേജിൽ ലോ അക്കാഡമിയിലെ മോള് ലോയും പഠിച്ചു. പക്ഷെ അവൾ അവിടെ വന്ന് ജോയിൻ ചെയ്തിട്ട് മോള് വന്നിട്ട് ഒരു മനുഷ്യന് മനസ്സിലായില്ല എന്റെ മോളാണ്. ഞാനന്ന് പ്രിൻസിപ്പളാണ് അവിടെ. പ്രിൻസിപ്പളിന്റെ മോൾ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരാണ്, മോളുണ്ട് 3 ഇയർ കോഴ്സിലാണ്, അത് ആരാണെന്ന് അന്വേഷിച്ച് നടക്കായിരുന്നു എല്ലാവരും. പക്ഷെ ഈ പാർവതിയാണെന്ന് ഈ കുട്ടിയാണെന്ന് ആരും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. കാര്യം അതിന്റെ കെട്ടും മട്ടും നടത്തുന്ന കണ്ട ഒരു മനുഷ്യൻ ഒരു ജാടയോ പോരോ ഒന്നുമില്ല. സാധാരണ രീതിയിൽ കുറച്ച് അഡ്വാൻറ്റേജ് ഒക്കെ, പക്ഷെ അങ്ങനെയൊന്നുമില്ല. എന്നിട്ട് ആ ക്ലാസ്സിൽ വേറെ കുറച്ച് ഫാഷനബിൾ ആയിട്ടൊക്കെ ഡ്രസ് ചെയ്യുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഈ കുട്ടിയാണോ, ഇതാണോ മാമിന്റെ മോള് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും ആ കുട്ടിയെ ഇങ്ങനെ നോട്ട് വെക്കും. ഇയാള് ഫസ്റ്റ് ബെഞ്ചിലാണ് ഇരിക്കുന്നത്, ഫ്രണ്ടിലേ ഇരിക്കുള്ളൂ, ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കും. ഭയങ്കര സ്റ്റുഡിയസ് ആണ്. അത് അന്ന് ഭയങ്കര ഓവർ ഫാഷനബിൾ ഒന്നും അല്ല. ഷോളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടൊക്കെ പോകുള്ളൂ, മറ്റേ ഇടാതെ ഇടുള്ളൂ. ഷോൾ ഇട്ട് പിന്നൊക്കെ കുത്തി ഇങ്ങനെ പോകുന്നത്. അതൊക്കെ സ്വന്തം ഇഷ്ടം, ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. മുടിയൊക്കെ സാധാരണ പോലെയൊക്കെ എനിക്ക് തോന്നുന്നു കല്യാണം കഴിയുന്നവരെ ഞാൻ ആ മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നതും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. ഭയങ്കര അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. എല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു. ഈവൻ കുക്കിങ്ങിനൊന്നും അപ്പൊ എല്ലാവരും ചോദിക്കും അമ്മയ്ക്ക് ഇത്രയും കുക്ക്, അപ്പൊ മോൾ അതൊക്കെ അടുക്കള. അതൊരു പ്രശ്നമാണ്. കാര്യം നമ്മൾ കുക്ക് ചെയ്യുന്നതുകൊണ്ട് അവരൊന്നും അങ്ങോട്ട് കയറി ചെയ്യേണ്ട വരില്ല. നമ്മുടെ കുഴപ്പമാണ്, നമ്മൾ ചെയ്യിപ്പിക്കില്ല. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് വളരെ കൂളായിട്ട് ഇതാണ്. പക്ഷെ എല്ലാത്തിന്റെയും റിവേഴ്സ് ആണ് ഇപ്പോ. നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത ലെവലിലേക്കാണ് ആൾ മാറിയത്. കല്യാണം കഴിഞ്ഞ് UK പോകുമ്പോൾ
അവിടെ ഒന്നും ആളെ അതെ 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 എല്ലാം പഠിച്ചു. ഞാൻ ഓക്കെ കുറച്ച് ബാലപാഠങ്ങൾ പഠിപ്പിച്ചു വിട്ടു, അത്രേ ഉള്ളൂ. പക്ഷെ ബാക്കി എല്ലാം സെൽഫ് ടോട്ടായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്ത് എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. എല്ലാം കുക്ക് ചെയ്യും ഇപ്പൊ. പിന്നെ മക്കള് 4 പേരുണ്ട്, ട്രിപ്ലെറ്റ്സും ഒരു മോനും. അപ്പൊ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കണം, നോക്കണം. ഹസ്ബൻഡ് അവിടെ പിന്നെ എല്ലാവരും ഈക്വലി ജോബ് എല്ലാം ഷെയർ ചെയ്യുമല്ലോ എന്തൊക്കെയാ. പക്ഷെ നന്നായിട്ട് ഒരു വീട് കൊണ്ടുപോകുന്നുണ്ട്, ജോലിക്കും പോകുന്നുണ്ട്. എനിക്ക് ഭയങ്കര അഭിമാനമാണ് മോളെ കുറിച്ച് അത് 4 കുട്ടികള്. ഐ ഫീൽ സോ പ്രൗഡ് ഓഫ് ഹർ. കാര്യം നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പോലും പറ്റില്ല. പാർവതി പണ്ട് എന്താ ചെയ്തോണ്ടിരുന്ന വീട്ടിൽ അറിയാം. അപ്പൊ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ബുക്ക് വായിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കും, അതിന്റെ ടിവിയിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് കാണും. അവര് ചേച്ചി അനിയനും കൂടെ തല്ലോടും, സ്നേഹത്തിലിരിക്കും. അവര് ഒരു കമ്പനി ആയിട്ട് പോകണം എന്നല്ലാണ്ട് ഒരു റെസ്പോൺസിബിൾ ഒരു മദറായിട്ടും ഒരു വൈഫായിട്ടും മാറുന്ന ഒരു ഭയങ്കര ഒരു ചേഞ്ചാണ് ഞാൻ കണ്ടത്. അയ്യോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഷീസ് ടു ഗുഡ്. അതുകൊണ്ടാണ് പാർവതിക്ക് ലൈം ലൈറ്റ് വരാൻ വലിയ താല്പര്യം. അത് മനഃപൂർവ്വം ഷി വാസ് ലൈക്ക് ദാറ്റ്. ആദ്യം തൊട്ടേ അങ്ങനെയാണ്. മോൾക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നു മോള് കുഞ്ഞായിരുന്നപ്പോഴേ അമ്മ ഇങ്ങനെ ലൈം ലൈറ്റിലായിരുന്നു. അപ്പോഴേ ഷി വാസ് നോട്ട് ഇങ്ങനെ ഇതല്ല, അമ്മ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ പാർവതിക്ക് അങ്ങനെ വരണം. കോളേജിൽ പ്രിൻസിപ്പളിന്റെ മോളാണെന്ന് പറയാൻ താല്പര്യമില്ല. ഈവൻ മോഹൻദാസ് കോളേജിൽ പഠിക്കുമ്പോഴും പാർവതിയെ ചിലരൊക്കെ വിളിക്കായിരുന്നു. അപ്പൊ എന്റെ മറ്റേ മാജിക് അവൻ പ്രോഗ്രാമില് മാഗി ആയിരുന്നു കുറെ കാലം സ്പോൺസേഴ്സ്. മാഗി ആന്റി എന്ന് വിളിക്കുന്നു കുറെ പേര്, എന്നെ കുറെ. അപ്പൊ പാർവതിയെ കണ്ടിട്ട് മാഗിയുടെ മോളല്ലേ, മാഗി ആന്റിയാണ്. മാഗി പാർവതി ചിലപ്പോ മാഗി പാർവതി അറിയുന്നുണ്ടെങ്കിലും ഒന്നും അറിയാത്ത പോലെ കണ്ടുപിടിക്കലേ. ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഒരു എക്സ്ട്രോവേർട്ട് ഒന്നും അല്ല, ഇൻട്രോവേർട്ട് ആണെന്ന് വെച്ചാൽ അങ്ങനെയല്ല. അവളുടെ ഒരു ക്ലോസ് സർക്കിൾ, മോളുടെ ക്ലോസ് സർക്കിളിൽ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അവരുമായിട്ട് ഷി വാസ് വെരി ഹാപ്പി. ഭയങ്കര ചില്ലാണ്, നല്ല സംസാരിക്കും. പക്ഷെ ഭയങ്കര ഡൗൺ ടു എർത്ത് ഒരു നല്ല കുട്ടിയായിരുന്നു. അതിന് വായന ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര നന്നായിട്ട് വായിക്കും, നന്നായിട്ട് പോകും, പഠിക്കാൻ പഠിക്കായിരുന്നു. ലോയും എഞ്ചിനീയറിംഗ് എല്ലാം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് LLM ചെയ്തു UK പോയിട്ട്. അത് ആഫ്റ്റർ മാരേജ് ആണ്. പഠിത്തത്തിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. കുഞ്ഞായിരുന്നപ്പോഴും നല്ലൊരു കുട്ടിയായിരുന്നു. ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ വാശീവ് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ഭയങ്കര നല്ല ഒരു മോളായിട്ടാ തോന്നി. പിന്നെ രണ്ടാമത്തെ ആള് മോനാണല്ലോ. മോൻ കുറച്ചുകൂടെ എക്സ്ട്രോവേർട്ട് ആണ്, കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു എന്നെ പോലെയാണ്, കുറച്ച് മോർ ഓഫ് വീഡിയോസിലൊക്കെ കാണാറുണ്ട്. പാർവതി മോർ ഓഫ് അച്ഛനാണ്, ഹസ്ബൻഡിന്റെ പോലെയാണ്. കാര്യം പുള്ളിക്കാരനും ഇങ്ങനെ ലൈം ലൈറ്റ് ഒക്കെ ഇഷ്ടമുള്ള അവരുടെ ഒരു പ്രൈവറ്റ് ലൈഫ്, പ്രൈവസി ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിർബന്ധിക്കാത്തത്. എന്നാലും വല്ലപ്പോഴും ഒക്കെ ഒന്ന് തല കാണിച്ചിട്ട് പോകുന്നത്, അത്രേ ഉള്ളൂ. അത് പുള്ളി അറിയാതെ തന്നെ ചിലപ്പോൾ വന്ന് പെട്ടാലേ അത്രേ ഉള്ളൂ. പക്ഷെ മോന് കുഴപ്പമില്ല. മോനെ പഠിക്കുന്ന സമയത്തും ഒക്കെ അവിടെ കുറച്ചുകൂടെ ഒക്കെ നല്ലതായിട്ട്. മോനും എന്റെ സ്റ്റുഡന്റ് തന്നെ ആയിരുന്നു. അവിടെ LLB അവിടെ ചെയ്തു. പിന്നെ LLM ന്യൂവാൽസിലായിരുന്നു. അതറിയാൻ പറ്റുന്ന ആള് തന്നെയായിരുന്നു. മോളെ അറിയാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഒരുപാട് നാളെ. പക്ഷെ മോളുടെ കൂടെ പഠിച്ച എല്ലാവർക്കും അത് അറിയാം ഡിഫറൻസ്. ലക്ഷ്മി മാമിന്റെ മോളാണോന്ന് വലിയ അതിശയമാണ് അവർക്ക്. മാമിന് ഇങ്ങനെ ഒരു മോളും അങ്ങനെ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. അത് ഓരോ കുട്ടികളുടെ നേച്ചറും അതൊക്കെയാണ്. അപ്പൊ നമുക്ക് ഒരു സന്തോഷമായിട്ട് കാര്യങ്ങൾ പോയിക്കോളും. ഇപ്പൊ എനിക്ക് തോന്നുന്നു മാമിന്റെ എല്ലാ അറ്റൻഷനും പോകുന്നത് ആ ഒരു മുഖത്തിലേക്കാണ്. പുടുമോളിലേക്ക് വീഡിയോസിലൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് ഫാൻസ് ഉണ്ട് തോന്നുന്നു. പുടുമോളിന്റെ കുറച്ച് പോപ്പുലർ ആണ്. പേര് നല്ല രസമുണ്ട് ഈ പുടുമോള്. ആരായിട്ട് ആക്ച്വലി എന്റെ മോനെ ഞാൻ വീട്ടിൽ വിളിക്കുന്ന കുപ്പിടു എന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോ പാർവതി കുഞ്ഞുണ്ടായപ്പോ വിഷ്ണുവിന്റെ മോൾ, അപ്പൊ കുപ്പിടുവിന്റെ മോള് പുടു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിന്റെ ടേമിന് എന്തെങ്കിലും മീനിങ് ഉണ്ടോ എന്ന് നോക്കി, പുടു എന്നുള്ള. അപ്പൊ ലിറ്റിൽ ഡിയർ എന്നെന്തോണ് അതിന് പറഞ്ഞത്, ലിറ്റിൽ ഡിയറിന്റെ. നമ്മളത് ആലോചിച്ചിട്ടല്ല. വിഷ്ണുവിന്റെ മോള് കുപ്പിടു, ഡോട്ടർ ഈസ് പുടു, അങ്ങനെ പറഞ്ഞു കളിക്കും. ശരിക്കുള്ള പേര് സരസ്വതി എന്നാണ്, നല്ലൊരു പേരാണ് സരസ്വതി നായർ. എല്ലാവരുടെ പേരിലും ഒരു നായർ വാലുണ്ട്. അപ്പൊ അതിനെ കുറെ പേര് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ലക്ഷ്മി നായർ, എന്തിനാണ് ഈ ജാതി പേര്? ഇത് ജാതി പേരിന്റെ ക്വസ്റ്റൻ അല്ലേ. സത്യം പറഞ്ഞാൽ എന്റെ പേര് ഒഫീഷ്യൽ നെയിം ഇസ് ലക്ഷ്മി പി. ലക്ഷ്മി പൊന്നമ്മ എന്നാണ് എന്റെ അമ്മയുടെ പേര്. പൊന്നമ്മ ലക്ഷ്മി പി എന്നേ ഉള്ളൂ. എന്റെ സർട്ടിഫിക്കറ്റ്സിലൊക്കെ ലക്ഷ്മി പി ഉള്ളൂ. ഈ ലക്ഷ്മി നായർ എന്നുള്ളത് ഹസ്ബൻഡിന്റെ പേരിന്റെ ആദ്യം നായർ അജയ് കൃഷ്ണൻ എന്നാണ്. അപ്പൊ ഞാൻ ആ നായർ ഇങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് വെച്ചത്, അറ്റാച്ച് ചെയ്തത്. എനിക്കൊരു തൂലികാ നാമം പോലെ. ഞാൻ ഈ എന്താ പറയാ ടിവിയിൽ വരുമ്പോഴും അങ്ങനത്തെ എന്റെ പ്രൊഫഷണൽ കോളേജ് ലൈഫോ അല്ലെങ്കിൽ അക്കാഡമിക് ലൈഫോ ആയിട്ട് ബന്ധമുള്ളതിനല്ല. അത് ആ സർട്ടിഫിക്കറ്റ്സിലെല്ലാം ലക്ഷ്മി മാമിന് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ വർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ക്യാൻ റിലാക്സ് ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ. പക്ഷെ ഈ ഒരു ടൈമിലും ഓരോ ദിവസം എന്തൊക്കെയാണ് ഇത്ര ആ ഒരു എനർജി എവിടെ നിന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ എല്ലാരും പറയില്ലേ, ചിലപ്പോ പറയും ഓക്കെ
എനിക്കിപ്പോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ ഇരിക്കാം. ആ. ഓക്കെ, അത്രയും വർക്ക് ചെയ്ത് കഴിഞ്ഞു. അതെ, നമുക്ക് അതെ, അത്യാവശ്യം അതെ. ഒന്ന് റിലാക്സ് ചെയ്ത് ചാരി ഇരുന്ന് ചാരി, അതെ. ജീവിക്കാം. ഓക്കെ, അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനമൊക്കെ ഉണ്ട്. അതെ, അതെ. ഓക്കെ, ഫൈൻ ആണ്. വല്ല ഓവർ ആക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അതെ, മര്യാദയ്ക്ക്. അതെ, സത്യം. പക്ഷെ അങ്ങനെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഉം. എനിക്കിപ്പോഴും വർക്ക് ചെയ്യണം. എനിക്ക് ഉം. അവസാന നിമിഷം വരെയും വർക്ക് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ. പക്ഷെ പറ്റുന്ന പോലെ അതെ, നമ്മുടെ അതെ, സത്യം. ഹെൽത്ത് പെർമിറ്റ്സ് എത്രയാണോ. അതെ. കാര്യം എനിക്ക് അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ മേ ബി എന്റെ അച്ഛൻ്റെ നിന്നൊക്കെ കിട്ടിയതാണെന്ന് തോന്നുന്നു. എന്റെ അച്ഛൻ 94 ഓക്കെ. മരിക്കുന്ന സമയത്ത് 94 ആയിരുന്നു. ഓക്കെ. അച്ഛൻ ആ അവസാനത്തെ ഒരു വർഷം വരെയും, എനിക്ക് തോന്നുന്നു കോവിഡ് വരുന്നതിന്റെ തൊട്ട് മുന്നേ വരെയും, ഓക്കെ. ഹി വാസ് ആക്റ്റീവ്, ഓ. ടോട്ടലി ആക്റ്റീവ്. അച്ഛൻ ഓക്കെ. തന്നെ കോളേജിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ആ. ഹി വാസ് ദ ഡയറക്ടർ, ഓക്കെ. സെക്രട്ടറി. ഓക്കെ. അദ്ദേഹം തന്നെയാ നോക്കിയിരുന്നത്. ഓക്കെ. അപ്പൊ പിന്നെ അറിയാലോ. അതെ, അതെ. അപ്പൊ അത് കണ്ട് വളർന്നതും ചിലപ്പോൾ ജനറ്റിക്കൽ കോമ്പിനേഷനും ഉം, ആവാം. ഉം, ഉം, ഇങ്ങനെ അച്ഛൻ മാത്രമല്ല, അച്ഛൻ്റെ ബ്രദേഴ്സ് ആണെങ്കിലും ഉം, ആ ഫാമിലി എല്ലാവരും തന്നെ ഉം, എവറിബഡി ഈസ് ഉം. ആക്റ്റീവ്. എൻ്റെ അച്ഛൻ്റെ ബ്രദേഴ്സ് രണ്ടുപേരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ. അവർ രണ്ടുപേരും ആക്റ്റീവാണ്. അപ്പൊ ആ ഒരു അതെ, ഇതാണ്. 1992 ആൾക്കാരാണ് അവരെല്ലാരും തന്നെ. ഒരാള് പൊളിറ്റിക്സിലാണ്. ഓക്കെ. പിന്നെ പുലിക്കോട് കൃഷ്ണനായിരുന്നു അച്ഛൻ്റെ ഒരു ബ്രദറാണ്. ഓക്കെ. അദ്ദേഹം കുറെ വർഷം MLA ഒക്കെ ആയിരുന്ന ഉം. ആളാണ്. അപ്പോൾ പുള്ളി ഈവൻ നൗ ഹി ഈസ് വെരി ആക്റ്റീവ് ഇൻ കോപ്പറേറ്റീവ് സെക്ടറിൽ, ഈസ് എ ചെയർപേഴ്സൺ, അങ്ങനെയൊക്കെയാണ്. ഈസ് ഓക്കെ. വെരി ആക്റ്റീവ്. ഓക്കെ. അതിന്റെ അടുത്ത ആള് ദാമോദരൻ നായർ, ആ. ഹി ഈസ് ഓൾസോ ആക്റ്റീവ്. അപ്പൊ ഇവരെല്ലാരും ആക്റ്റീവാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കും. അത് അതിക്കൊണ്ട് നമ്മുടെ രക്തത്തിലുള്ളതാന്ന് തോന്നുന്നു. എല്ലാരും ഭയങ്കര നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ അതെ, ചെയ്യാം. അപ്പൊ അതെ. ഞാൻ ഇപ്പോഴാണെങ്കിലും ഞാൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അതെ, അതെ. അതാ ഞാൻ പറഞ്ഞത്, ഹാർഡ് വർക്ക് ചെയ്യുന്നതിൽ എന്താ തെറ്റ്? നമ്മൾ വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് വെറുതെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, ചിലവര് വിചാരിക്കും ഈ പൈസ ഉണ്ടാക്കിയത് മടുത്തില്ലേ, ഇനി ഈ പൈസ പൈസക്ക് ആ വേണ്ടിയല്ല, എല്ലാരും അതാണ് അങ്ങനെയാണ് സത്യം. ഇത് വിചാരിക്കുന്നത്. പക്ഷെ പൈസക്ക് വേണ്ടിയല്ല. ഉം. പൈസ കംസ്, അതിന്റെ അതെ, കൂടെ വരുന്നു സെക്കൻഡറി. എന്നേ അതെ, ഉള്ളൂ. അതെ, അതെ, അതെ. പൈസ ആവശ്യത്തിന്, പൈസ എന്റെ ആവശ്യത്തിനുണ്ട്, നമുക്ക് അതെ, ജീവിക്കാനുള്ളതുണ്ട്. അതെ. പക്ഷെ അതല്ല പൈസ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഉം. നമ്മൾ ആരുടെയൊന്നും പിടിച്ചു അതെ, പറിക്കാനൊന്നും സത്യം, പോണില്ലല്ലോ. വി ആർ നോട്ട് സത്യം. ടേക്കിംഗ്, അതെ, ഒന്നും ആരുടെയൊന്നും എടുക്കുന്നില്ല. അതെ, നമ്മൾ ചെയ്യുന്ന വർക്കിനുള്ള പൈസയെ നമുക്ക് കിട്ടുന്നുള്ളൂ. അതെ, അതെ. അപ്പൊ നമ്മൾ എത്രയ്ക്ക് വർത്താണോ അതിനുള്ളത് നമുക്ക് ഉം, തരുന്നുണ്ട്. ഉം, ഉം. അത് നമുക്ക് അതിനു വേണ്ടി ചെയ്യുന്നതല്ല. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ ഇൻസിഡന്റ്ലി അത് പൈസ ഉള്ള കാര്യങ്ങളിലേക്ക് വരുന്നു. അതെ, അതിന് അതെ. പേയ്മെന്റ് വരുന്നു. അതെ, അതെ, അതെ. അത് പിന്നെ നമ്മൾ എടുക്കുന്ന ഒരു അതെ, അതെ, എഫേർട്ടിന്റെ നമ്മൾ ഒരു ഇത്. എടുക്കുന്ന എഫേർട്ടിന് നമുക്ക് അതെ, പേയ്മെന്റ് അതെ, കിട്ടും. അതെ, പിന്നെ അതെ. പൈസ ആർക്കും വേണ്ടാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ. ഒക്കെ പിന്നെ ചില സ്ഥലത്ത് നമ്മൾ റെമ്യൂണറേഷൻ നോക്കാണ്ട് ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട്. ഓക്കെ. ഓക്കെ, ദാറ്റ് ഓൾസോ ഹാപ്പൻസ്. അപ്പൊ ഉം. നമ്മൾ അവിടെ വളരെ എന്താ പറയാ, നമ്മൾ കുറച്ച് പൈസയ്ക്ക് വേണ്ടി അല്ലാതെ ചെയ്യുന്ന എത്രയോ കാര്യങ്ങൾ ഉം, ചെയ്യുന്നുണ്ട്. ഉം, ഉം. അത് നമ്മൾ ഓണററി ആയിട്ട് ചെയ്യുന്ന അതെ, കാര്യങ്ങൾ. അപ്പൊ അതെ. അങ്ങനെ ഒരു കടുംപിടുത്തമൊന്നും വേണ്ട. ഉം, ഉം. ഇതിങ്ങനെ കിട്ടുന്നു, അത് നമ്മൾ പക്ഷെ വെറുതെ വാങ്ങിക്കുന്നില്ല. നമ്മൾ ഉം. അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതെ, സത്യം. ആ, നമ്മുടെ ഹാർഡ് വർക്കിനുള്ള ഇത് നമുക്ക് അതെ, കിട്ടുന്നു അത്രേ അല്ലെ, ഉള്ളൂ. സാലറി. സാലറി അതെ, വിചാരിച്ചാൽ മതി. അതെ. പിന്നെ നമ്മൾ ചാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അറിയിച്ചുകൊണ്ട് തന്നെ ചാരിറ്റി വർക്ക് ചെയ്യണം എന്നില്ലല്ലോ. ചെയ്യുന്നു. അതെ, നമുക്ക് അതെ. പറ്റുന്ന പോലെ ആൾക്കാരെ നമ്മൾ അതെ, സഹായിക്കും, അതെ. അങ്ങനെയൊക്കെ. അതെ. അതൊരു വലിയൊരു പബ്ലിസിറ്റി കൊടുത്ത് ചെയ്യുന്ന ഒരാളും അല്ല ഞാൻ. അതുകൊണ്ട് ഓക്കെ. പറ്റുന്ന പോലെ, എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യും. ഇപ്പൊ ഞാൻ കുറച്ചു മുന്നേ വെച്ച മാമിന്റെ കാലിന്റെ ഇത് ആ, ന്യൂസിന്റെ ഇതിൽ വന്നത് വേറെ രീതിയിലാണ് അതെ, അതെ, നടക്കാൻ പറ്റും. അതെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അതെ, ജീവിതത്തിൽ അതെ, നമ്മൾ അതെ. പറയാത്തതും അറിയാത്തതും ഒക്കെ വന്നു ആയത് പോകാറുണ്ട്. ഒരുപാട് അതെ, ന്യൂസ് ഇങ്ങനെ വന്നു അതെ, പോയിട്ടുണ്ട്. അതെ, അതെ. അപ്പൊ ആ ഒരു ടൈമിലൊക്കെ മാം എങ്ങനെയാ അതൊന്ന്? അതല്ല, അത് ഇറ്റ് ഹാപ്പൻസ്. ഉം. ഞാനിങ്ങനെ അങ്ങനെ വിചാരിക്കുന്നത്, ഉം. ഇതിലൊന്നും കാര്യം, നമുക്ക് സത്യം അറിയാവുന്നിടത്തോളം കാലം അതെ. നമുക്ക് എന്തിനു വറിയാവണം? ഉം, 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 ഉം. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് ഐ എം നോട്ട് ബോധർഡ്. പണ്ടും അല്ല, ഇപ്പോഴും അല്ല. ഇപ്പോഴല്ല. ഓക്കെ. എനിക്ക് അങ്ങനെ ഒരു ബോധറേഷൻ ഉള്ള ആളല്ല. ഓക്കെ. അത് പക്ഷെ ആൾക്കാർ നല്ലൊരു പറഞ്ഞു, ക്വാളിറ്റി. അതെ, അത് അതിന് നല്ല തൊലിക്കത്തി വേണം. അതെ, തൊലിക്കട്ടി അതെനിക്ക് വേണം. നല്ല തൊലിക്കത്തി ഉണ്ട്. അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കാം. എനിക്ക് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ ചീത്ത കേട്ടിട്ടുള്ള ആളാണ്. അതെ, ഏറ്റവും അതെ. കൂടുതൽ ഹേറ്റ് ഒരു അതെ, സമയത്ത് കിട്ടിയിട്ടുള്ള അതെ, ആളാണ്. അതെ, അപ്പൊ അതെ, അതെ. അത്രയും എക്സ്ട്രീമിൽ പോയ ഒരാൾക്ക് പിന്നെ താഴോട്ട് വന്നത് പിന്നെ വലുതൊക്കെ ചെറുതാണ്. ചെറുതാണ്. അതെ, ഇതിനപ്പുറം ഒന്നും വരാനില്ല. അതെ, മാക്സിമം അതെ, ഡെത്തിനപ്പുറം വേറൊന്നുമില്ല. അതെ. ആ ഒരു സ്റ്റേജ് എന്ന് വെച്ചാൽ അത് കഴിഞ്ഞാൽ പിന്നെ മരണമേ ഉള്ളൂ. ഉം, മരണം ഉം. ഒരു റിലീഫാണ് ആ സമയത്ത്, ആ, അങ്ങനെയാണെങ്കിൽ അല്ലേ. അതെ, അതെ, മരിക്കുന്നവർക്കൊന്നും അറിയണ്ട, പക്ഷെ അതെ. ജീവിച്ചിരിക്കുന്നവർക്ക് ഒരുപാട് കല്ലേറ് കിട്ടുമ്പോൾ നമുക്ക് ഉം. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾ, അറിയാത്ത, നമ്മൾ അതെ. അറിയാത്ത കാര്യങ്ങൾ, അലിഗേഷൻസ്, ഉം. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ തകർന്നു പോകും അതെ, അല്ലേ. അതെ, അതെ. അപ്പൊ നമ്മൾ വിചാരിക്കും, ഷോ ഭൂമി പിളർന്ന് താഴോട്ട് ഓ, പോയാലോ എന്നൊക്കെ അതെ, വിചാരിക്കുന്ന പോലത്തെ ഒരു സത്യം, സിറ്റുവേഷൻ സത്യം. അതെ. ഉണ്ടാവുമല്ലോ. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമ്മുടെ കയ്യിൽ സത്യമുണ്ടെങ്കിൽ, ഉം. നന്മയുണ്ടെങ്കിൽ, ഉം. വി ക്യാൻ ബി സ്ട്രോങ്. ഉം. നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ആരെ പേടിക്കണം? നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉം, ഉം. തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം, അതെ, അതെ. നമ്മൾ ഭയക്കണം, നമ്മൾ ഒളിവിൽ അതെ, പോകണം അല്ലെ, അതെ, അതെ, അങ്ങനെയൊക്കെയല്ലേ. അതെ, 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 അതെ. പക്ഷെ അങ്ങനെ അല്ലാത്തടത്തോളം നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഉം, ഉം, നമ്മുടെ കയ്യിൽ ട്രൂത്ത് ഉണ്ടെങ്കിൽ ഇറ്റ്സ് നത്തിങ്. ഉം, നമ്മൾക്ക് നമ്മളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം. ഒന്ന്, ഉം, ഉം. നമ്മളോടൊരു സത്യസന്ധത
ഓക്കെ. ഉണ്ടാവണം. മൻ ട്രൂത്ത് ആയിരിക്കണം. നമ്മുടെ ഒരു ട്രൂത്ത്ഫുൾനെസ് ഉണ്ടല്ലോ. ഓക്കെ. നമുക്ക് സ്വന്തമായിട്ട് ഒരു ആത്മാഭിമാനം എന്നൊരു സാധനം ഉണ്ടല്ലേ, സത്യം, സത്യം. സെൽഫ് പ്രൈഡ്. അതൊരു അതെ. അഹങ്കാരം എന്നല്ല അതെ, പറയേണ്ടത്, അതെ. ആത്മാഭിമാനം തന്നെ അതിന് അതെ, പറയണേ. അതെ. അപ്പൊ അത് ഉള്ളിടത്തോളം നമ്മളൊന്നും പേടിക്കണ്ട. നമ്മൾ ഉം. ആരുടെ ഫ്രണ്ടിലും ചെന്ന് മുട്ടുകുത്തേണ്ട ആവശ്യമില്ല. ഉം. അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ആ കാര്യത്തിലൊക്കെ വളരെ പർട്ടിക്കുലറാണ്. ഓക്കെ. ഞാൻ ചെയ്യുന്നത് പിന്നെ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അപ്പോളജൈസ് ചെയ്യാൻ എനിക്ക് ഒരു മടിയുള്ള ആളുമല്ല. ഓക്കെ. അതിനൊരു മടിയില്ല. അതിനൊരു അഹങ്കാരം ഒന്നും കാണിച്ചാൽ ഞാനൊരു വലിയ ആളാണ്, എനിക്കതൊന്നും ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. ഓക്കെ. ഏത് ലെവലിൽ വേണമെങ്കിലും ഐ ക്യാൻ കം ഉം. ഡൗൺ, ഉം. ഐ ക്യാൻ അപ്പോളജൈസ്, ഐ ഡോണ്ട് മൈൻഡ് ഇഫ് ഐ ഡു എ റോങ്. ഉം. ഉം. എനിക്ക് കൺവിൻസ്ഡ് ആവണം ഞാനൊരു തെറ്റാണ് ചെയ്തതെന്ന്. ചെയ്തത്. എനിക്ക് തന്നെ തോന്നിയാൽ ഓക്കെ, ഐ എം ഫ്രീ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഓക്കെ. തെറ്റാ ചെയ്ത, സോറി, ഉം. എനിക്കൊരു കുഴപ്പമില്ല. ഉം. ഉം. അങ്ങനത്തെ ഒരാൾ തന്നെയാണ് ഞാൻ. ഓക്കെ. അല്ലാതെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ നന്മയും സത്യവും, ഞാൻ അല്ലാതെ കള്ളത്തരമൊന്നും ചെയ്യുന്ന ഒരാളൊന്നും അല്ല. ഞാൻ ആരുടെയൊന്നും കൈക്കൂലിയോ അങ്ങനെയൊന്നും വാങ്ങിക്കുന്ന ആളല്ല. ഔട്ട് ഓഫ് ദ വേ എനിക്ക് പൈസ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ആളല്ല. ഉം. എനിക്ക് വെറുതെ തരാന്ന് പറഞ്ഞാലും ഞാൻ മേടിക്കില്ല. എനിക്ക് എന്തെങ്കിലും അധ്വാനിക്കണം. എനിക്ക് എന്റേതായ ഞാൻ എഫേർട്ട് എടുത്തുണ്ടാക്കണത് മതി എനിക്ക്. അതെ, അതെ, അല്ല അതെ. പിന്നെ നമുക്ക് അച്ഛനമ്മമാര് തന്ന പൈസയും ബാക്കിങ്ങും ഒക്കെ ഉണ്ടാവുമല്ലോ. ഉം. അത് നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നതാണല്ലോ. അതൊന്നും അതെ. വേണ്ടാന്ന് വെക്കേണ്ട കാര്യമില്ല. അത് കിട്ടുന്നത് നമുക്ക് ഉള്ളത് തന്നെയാണ്. അതെ, അതെ. പക്ഷെ അതും വെച്ച് മിണ്ടാതിരുന്നാൽ മതിയല്ലോ. ആ. നമുക്ക് പക്ഷെ നമ്മുടേതായ ഒരു അതെ, അതെ, ഐഡന്റിറ്റി അതെ. ഉണ്ടാവണ്ടേ. സത്യം, സത്യം. നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് ആ ഐഡന്റിറ്റി. ഓക്കെ. സെൽഫ് മെയ്ഡ് ആവണം സെൽഫ് മെയ്ഡ്. അങ്ങനെ. ഓക്കെ. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന നമ്മുടെയൊക്കെ വിചാരത്തില് ഒരു ഭയങ്കര ബോൾഡ് ആയിരിക്കും, അങ്ങനെ കരയത്തില്ല, ഇമോഷണലി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. പക്ഷെ മാം അങ്ങനെ സ്ട്രോങ് ആണോ ഇമോഷണലി? ഇമോഷണലി ഞാൻ സ്ട്രോങ് ആണോന്ന് വെച്ചാൽ കരയുമൊക്കെ ചെയ്യും. ആ. കരച്ചിൽ വന്നാൽ കരയും. അതെ. പണ്ട് കുറച്ചുകൂടെ വീക്ക് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഓക്കെ. കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയി. അതാണ് ഞാൻ പറഞ്ഞത്, ലൈഫ് സ്ട്രഗിൾസിലൂടെ പോകുമ്പോൾ നമ്മൾ ഉം. ഒരുപാട് അങ്ങനത്തെ അപ്സെറ്റിംഗ് സിറ്റുവേഷൻസിലൂടെ പോകുമ്പോൾ നമ്മൾ സ്ട്രെങ്ത് കൂടും. ഉം. 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 അങ്ങനെ സ്ട്രെങ്ത് വരുള്ളൂ. നമ്മൾ ഓക്കെ. എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെങ്ത് സ്ട്രെങ്ത് വരില്ല. ആയില്ല. ഓക്കെ. നമ്മൾ എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെങ്ത് വരില്ല. ഉം. നമ്മൾ കുറച്ച് ഹാർഡ്ഷിപ്പിലൂടെ പോകണം, ഉം. കുറച്ച് ചീത്തവിളിയെല്ലാം കിട്ടണം, ഉം. കുറെ കുറ്റമൊക്കെ പറയണം ഉം. ആൾക്കാർ, ഉം. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ നമ്മളെ ചൂണ്ടിക്കാണിക്കണം, നമ്മളെ കുറെ ഹേർട്ട് ചെയ്യണം. ഉം. ഉം. അപ്പൊ നമ്മൾ സ്ട്രോങ്ങറായി വരും. ഉം. ഉം. അതിനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ, അതിനെയൊക്കെ നേരിടാൻ, ഉം. ഉം. അങ്ങനെ നമുക്ക് നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു സ്ട്രെങ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യും. അതെ. അല്ലാതെ നമുക്കൊരു തേർഡ് പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അയ്യോ എനിക്ക് വയ്യ, എന്നെ ഒന്ന് സഹായിക്കും, എനിക്ക് ഉം. മെന്റലി ഐ എം സോ അപ്സെറ്റ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അതെ, അതെ. പറ്റുന്ന എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ ഉം. പറയുന്നില്ല, അങ്ങനെ ആക്കി എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഉം. ഉം. നമുക്ക് അല്ലാതെ സെൽഫായിട്ട് സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ വരുവാണല്ലോ നമ്മൾ സൈക്കോളജിസ്റ്റുകളെയും അല്ലെങ്കിൽ ഉം. അങ്ങനത്തെ സപ്പോർട്ട് സിസ്റ്റത്തിലേക്ക് നമ്മൾ പോകേണ്ടി അതെ, വരും. അതെ, അതെ, ഓക്കെ, അതെ. വി നീഡ് സം അതെ, സപ്പോർട്ട്. അതെ, അതെ. അങ്ങനെ പോകണം എന്നുള്ളവർക്ക് അങ്ങനെ പോകാം. ഉം. അതൊന്നും ഒരു തെറ്റല്ല. മെഡിസിൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഉം. ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോകുന്നുള്ള അതൊന്നും ഒരു തെറ്റല്ല. ഉം. ഇതെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള മാർഗങ്ങളാണ്. ഉം. പക്ഷെ ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ആ ഒരു ധൈര്യവും ആ, ആ ഒരു വിത്ത്സ്റ്റാൻഡിങ് കപ്പാസിറ്റിയും ഉം. ഡെവലപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, ദാറ്റ് ഇസ് ദ ഓക്കെ. ബെസ്റ്റ് വേ എന്നാണ് ഞാൻ പറയുക. എന്നാൽ അതെ, ഞാൻ കടന്നു വന്ന വഴികളിലൂടെ ഞാൻ പറയുമല്ലോ, ഒരു 10 അതെ. ഇയേഴ്സ് ബാക്ക് എൻ്റെ ആ ക്രൈസിസ് പീരീഡ് സാധാരണ ഒരാളാണെങ്കിൽ തകർന്നു പോകും. സത്യം. കാര്യം അത്രയും ആഘോഷിച്ചു അതെ, അതെ, ആൾക്കാർ, അതെ, അതെ, സൊസൈറ്റി. അതെ, അതെ. പക്ഷെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് അന്നേരം ഉണ്ടായിരുന്നിരിക്കാം, ഉം. അവർ വീടുകൾക്ക് ഇരുന്ന് സിമ്പതി ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ എന്നോട് റീച്ച് ഔട്ട് ചെയ്യുന്നില്ലല്ലോ. അതെ, അതെ. അന്നേരം റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റത്തുമില്ല ആർക്കും. ഉം. അപ്പൊ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു മൈനോറിറ്റി ചീത്ത വിളിക്കുന്ന അതെ, കാര്യങ്ങളാണ്, അതെ, അതെ. മൈനോറിറ്റി കുറ്റപ്പെടുത്തുന്ന, അതെ. ദാറ്റ്സ് ജസ്റ്റ് എ മൈനോറിറ്റി. ഒരു മേ ഉം. ബി ഒരു 500-ന് താഴെ ആയിരിക്കും അതെ, അതെ. നമ്പേഴ്സ്. അതെ. അങ്ങനെയൊന്നുമല്ല ലോകം എന്ന് പറയുന്നത്, ഇത്ര അതെ, വിശാലമല്ലേ. അതെ, അതെ. ഈ 500-ഓ അല്ലെങ്കിൽ 5000-ഓ അല്ലെങ്കിൽ ഒരു 50,000 പേര് ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അതെ, അതെ, ദറ്റ്സ് അതെ. നത്തിങ്. ഉം. അതൊരു മൈക്രോ അതെ, 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 സെക്ഷനാണ്. അതെ, അതെ, അതെ. ലക്ഷക്കണക്കിന് ആളുകളുടെ സ്നേഹം അല്ലെങ്കിൽ അതെ. അവർ നമ്മളെ വിശ്വസിക്കുമ്പോൾ ബാക്കി കുറച്ച് പേര് പറഞ്ഞാൽ ഐ ഡോണ്ട് മൈൻഡ്. അപ്പൊ അത് പക്ഷെ അത് ഗെറ്റ് ഓവർ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ അതെ, കാര്യമല്ലായിരുന്നു. സത്യം, അത് സത്യം. ഭയങ്കര, പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ വീട്ടുകാരെയൊക്കെ അത് കുറെയൊക്കെ ബാധിച്ചു. അവർക്കൊക്കെ ഉം. ഭയങ്കര ടെൻഷനും അവർക്ക് ഉം. ഭയങ്കര എന്താ പറയാ വിഷമമൊക്കെ ആ, ആയിരുന്നു. ആ. അവർക്കതൊക്കെ ഭയങ്കര, പക്ഷെ ഞാൻ ഐ വാസ് വെരി സ്ട്രോങ്. ഉം. എനിക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ മനസ്സിൽ ഞാനൊരു അങ്ങനെ ഒരു ഈ പറയുന്ന രീതിയിലുള്ള ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അതെ. എനിക്കറിയാം. ഇത് ഈ കിട്ടുന്ന അത്രയ്ക്കില്ല. ഉം. ഉം. അതിന്റെ പ്രൊപ്പോർഷൻ ഓഫ് അത് ഞാൻ അങ്ങനെ നോക്കിയപ്പോ എന്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്സ് എന്താണെന്ന് വെച്ചാലും എന്തായാലും ഉം. പ്രൊപ്പോർഷനേറ്റ് ആയിട്ടല്ല എനിക്ക് കിട്ടിയിരിക്കുന്ന ആ, ഈ ഒരു നെഗറ്റീവ്. നെഗറ്റിവിറ്റി. അതെ, അതെ, ദാറ്റ് ഈസ് ടു മച്ച്. അതെ, അതെ. ഞാനൊരു 20% തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു 200% അതെ, അതെ, പിന്നെ അതെ. ചീത്തവിളിയും അതെ, 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 നെഗറ്റിവിറ്റിയാണ്. അതെ. പക്ഷെ ഐ ഡോണ്ട് ഡിസേർവ് ഇറ്റ് എന്ന് ഉം. എനിക്ക് അന്ന് തോന്നി. ഉം. ഇത്രയൊന്നും പറയാനും വേണ്ടിയുള്ള അതെ. കുറ്റമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത നന്മകൾ ആരും കണ്ടില്ലല്ലോ, അതെ. ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ ആരും കണ്ടില്ലല്ലോ. അതെ. അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനത്തെ ഒരു വിഷമം തോന്നി. അതെ, സത്യം. സി അത് നമ്മൾ എത്ര നല്ല അതാണ് കാര്യം ചെയ്താലും അതാണ് ഒരു അതാണ് അപ്പൊ ചെറിയത് ഞാൻ അത്. വിചാരിച്ചു ദൈവമേ ഈ നെഗറ്റീവ്സ് മാത്രം വരുന്നു. ഞാൻ അതെ, ചെയ്ത ഒരു 80% നല്ല കാര്യങ്ങൾ അതെ, ചെയ്തു, അതെ. അതൊന്നും ആരും കണ്ടില്ലല്ലോ. അതൊക്കെ അതെ. എങ്ങനെ ആൾക്കാർ മറന്നു? ഉം. ആ ആ എന്താ പറയാ ബെനിഫിറ്റ്
ബെനിഫിറ്റ്സ് എടുത്ത ആൾക്കാരൊക്കെ എവിടെ? അതൊക്കെ സ്വീകരിച്ചവരെവിടെ? ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളുടെ അവരെ ഒന്നും ഞാൻ കണ്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ എനിക്ക് കുറച്ച് ഹേർട്ടിങ് ആയിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്വാർട്ടേഴ്സിൽ നിന്നുള്ള ആ ഒരു അവരൊക്കെ അങ്ങനെ ചെയ്തോ, അയ്യോ അവരും പറഞ്ഞോ, അല്ലെങ്കിൽ അവരും നമ്മൾ പറയില്ലേ നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്തു എന്നൊക്കെ പറയില്ല, അങ്ങനെ തോന്നുമ്പോ അയ്യോ യു ടു ആ ലൈനാണ്. അപ്പൊ നമ്മളിങ്ങനെ പക്ഷെ അവര് പറഞ്ഞോ, അവരെയൊന്നും ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല, ഞാൻ അങ്ങനെയല്ലല്ലോ അവരോട് പെരുമാറി, അങ്ങനെ തോന്നില്ല. നമ്മൾ പെരുമാറിയെങ്കിൽ ഓക്കെ, അവരുടെ അടുത്ത് മോശം പെരുമാറിയാൽ തിരിച്ചു പെരുമാറിക്കോട്ടെ, പക്ഷെ ഞാൻ സ്നേഹിച്ചവരെ നമ്മളെ തിരിഞ്ഞു നിന്ന് കുത്തുമ്പോ ദാറ്റ് ഫീൽസ് ബാഡ് അല്ലേ? അങ്ങനത്തെ കുറച്ച് ഹേർട്ട്ഫുൾ ആയിരുന്നു ആ സമയത്ത്. അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ എന്നെ ആരെന്ത് പറഞ്ഞാൽ ദാറ്റ്സ് ഇമ്മറ്റീരിയൽ, അതർവൈസ് അതൊന്നും എന്നെ ബാധിക്കില്ല. ബിക്കോസ് ഐ നോ ഐ വാസ് റൈറ്റ് ഇൻ മെനി ഏരിയാസ്. എന്റെ നന്മ ഞാൻ എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് ഒരു ഗുഡ് വില്ലോട് കൂടി ചെയ്ത കാര്യങ്ങളാണ്. ആരും മനഃപൂർവ്വമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, എല്ലാവരും നല്ലതിന് വേണ്ടി ചെയ്ത കാര്യം. ഓക്കെ ഇതൊക്കെ വരാനുള്ളതാണ്, അങ്ങനെ വിചാരിക്കുക. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് എപ്പോഴും നല്ലത് തന്നെ വരണം നമ്മൾ ആഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ല. ഇങ്ങനെ പറയുമ്പോ ഈസിയാണ്, പക്ഷെ മാമിന്റെ ആ ഒരു വെരി ഡിഫിക്കൽട്ട് സത്യമാണ്. മനധൈര്യം വേണം, അതുണ്ടെങ്കിലേ പറ്റുള്ളൂ. അത് എനിക്കറിയില്ല അത് എവിടെ നിന്ന് വന്നു എന്നൊക്കെ. അതെന്നെ ദൈവം ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോയി എന്നേ ഞാൻ വിചാരിക്കുന്നു. എന്നെ അതിൽ നിന്നൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി അതിനെക്കാട്ടിലും നല്ലൊരു ഒരു സ്പേസിലേക്ക് എന്നെ കൊണ്ടുപോയി, കുറച്ചുകൂടെ ഒരു ഗ്രീനറിയിൽ എന്നെ. അതെ, കുറച്ചും കൂടെ ലൈവായി ഇപ്പൊ മാം. ഞാൻ അവിടെ കുറച്ചുകൂടെ വിശാലമായ ഒരു എന്താ പറയാ, ഇനിയിപ്പോ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അങ്ങനെ ഒന്നും ഇല്ല എന്ന് ചോദ്യം ചെയ്യാവുന്ന രീതിയിൽ അത്രയും ഓപ്പൺ ആയി കഴിഞ്ഞിരിക്കുകയാണ്. എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും എനിക്ക് മറുപടി പറയേണ്ടി വരില്ല. യൂട്യൂബ് ഫാമിലിയിലെ ആൾക്കാർ തന്നെ പറയുന്നത് എന്തിനാ അത് പറയാനെന്നുള്ള രീതിയിൽ അവർക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന. അതാ ഞാൻ പറഞ്ഞു, ചെറിയൊരു ലോകത്ത് നിന്നും എന്നെ ഒരു വലിയ വിശാലമായൊരു വലിയൊരു മേച്ചിൽ പുറത്തേക്ക്, അതൊക്കെ ഒരു മെഡോയിലേക്ക് എന്നെ കൊണ്ടുവിട്ട പോലെയാണ്, ഒരു ഗ്രീൻ സ്പേസിലേക്ക്. ദാറ്റ് ഇസ് വാട്ട് ഐ ഫീൽ. അപ്പൊ ദാറ്റ് വാസ് എ ട്രാൻസിഷൻ പീരിയഡ്. എനിക്ക് അങ്ങനെ വേണം എന്നായിരുന്നു. അത്രയും കാലം ഉണ്ടായിരുന്ന ഒരു ലൈഫിൽ നിന്നും കുറച്ചുകൂടെ ബെറ്റർ ലൈഫിലേക്ക് എന്നെ കൊണ്ടുപോയി എന്ന് വിചാരിക്കാം. പ്രൊഫഷണലി എല്ലാത്തിന്റെയും നല്ലത് എനിക്ക് കിട്ടിയല്ലോ. ഞാനൊരു 10-30 വർഷത്തോളം എന്റെ അക്കാഡമിക് കരിയറിൽ ഫോക്കസ്ഡ് ആയിരുന്നു. ആ സമയം തന്നെ ഞാൻ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ, മാജിക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ പാരലൽ ആയിട്ട് കൊണ്ടുവരുന്നു. പക്ഷെ അന്ന് അക്കാഡമിക് ലൈഫ് ആയിരുന്നു കൂടുതൽ ഫസ്റ്റ് പ്രിഫറൻസ്. ദിസ് വാസ് എ സൈഡ് ബിസിനസ്. ഓക്കെ, എന്റെ ഒരു പാഷൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ തിരിച്ചായി. ഓക്കെ, ഇപ്പോഴും ഞാൻ സ്റ്റിൽ വർക്കിംഗ്, പക്ഷേ പ്രിൻസിപ്പൾ ആയിട്ടല്ല, ഞാൻ ഡയറക്ടർ ഓഫ് റിസർച്ച് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്ര ഹെക്റ്റിക് അല്ല. അപ്പൊ എനിക്കിപ്പോ അത് ഇപ്പൊ സെക്കൻഡറി ആയിട്ട് എന്റെ പാഷനെ കുറച്ചുകൂടി പെർസീവ് ചെയ്യാനും അതിന് കൂടുതൽ സമയം ചെലവഴിക്കാനും കുട്ടികളുടെ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി കൂടുതൽ സമയം അങ്ങനത്തെ ഒരു ടൈം കിട്ടി എന്ന് പറയാം. ഇതെല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കും. എവറിത്തിങ് ഫോർ ഗുഡ്. നമ്മൾ അങ്ങനെ വിചാരിക്കണം, പോസിറ്റീവായിട്ട് വിചാരിക്കാൻ. എല്ലാത്തിലും നെഗറ്റീവ് വിചാരിച്ചിട്ട് കാര്യമില്ല. വരാനുള്ളത് വരാനുള്ളത് വരും. അതിലൂടെ എങ്ങനെ ഗെറ്റ് ഓവർ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ കയ്യിലേക്ക്. അത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല കാലം വരും എന്ന് ആലോചിക്കാം. എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. ഇറ്റ്സ് ഓൾവേസ് ഗ്രാഫ്. എല്ലാരും ഒരേ സമയം പീക്കിൽ ഇരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പൊ ഒരു ബോറടി അല്ലേ എപ്പോഴും ഒരു ചാലഞ്ച് ഒക്കെ വേണ്ടി. ഇടയ്ക്കൊന്ന് ടെൻഷനൊക്കെ അടിക്കണം, ഇടയ്ക്കൊന്ന് കരയണം. അതെ, അത് പറഞ്ഞു. അപ്പൊ കരയില്ല എന്നൊന്നും ഞാൻ പറയില്ല, കരയുന്ന മൊമെന്റ്സ് ഉണ്ട്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ കുറെ കാലമായിട്ട് കരച്ചിലിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. ടച്ച് വുഡ്, ചെറിയ ചെറിയ വിഷമങ്ങൾ വരും. അതൊക്കെ പറഞ്ഞ് അങ്ങനെ മനസ്സിൽ എനിക്ക് അധികം നേരം ഞാൻ കെയർ ചെയ്യില്ല. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അത് ഞാൻ മാം ഈ ഡിവൈൻ പവറിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ? ഡിവൈൻ പവർ എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഇതല്ല, പക്ഷെ ഞാൻ ഈശ്വര വിശ്വാസിയാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദൈവം എന്നൊന്നുമില്ല. ഹിന്ദു ദൈവങ്ങൾ മാത്രമല്ല, ഞാൻ ക്രിസ്ത്യൻ ജീസസിനെയും മദർ മേരിയെയും അതുപോലെ തന്നെ അള്ള എല്ലാം എവിടെ പോലും പ്രേ ചെയ്യുമ്പോ എല്ലാരെയും മനസ്സിൽ അതർവൈസ് നമ്മളൊരു ഒരു ദിവസം തുടങ്ങുന്ന തന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങുമ്പോ എല്ലാരെയും പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്നും അല്ലെങ്കിൽ പള്ളിയിൽ പോകണം അങ്ങനെയൊന്നുമില്ല. എല്ലാവരും സൂപ്പർ പവർ ആണെന്ന് വിചാരിക്കുന്നു. ഒരു അദൃശ്യമായ ഒരു ശക്തി എവിടെയോ ഉണ്ട്. നമുക്ക് ഒന്നും നമുക്കെല്ലാം അതീതമായിട്ട് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടൊരു സംഭവം അത്രേ ഉള്ളൂ. ഈ വർഷം നല്ലൊരു വർഷം ആകട്ടെ. കാരണം ഒരുപാട് കോൺവെർസേഷൻ രീതിയിൽ പോകാൻ പറ്റി. വീട്ടിലിരുന്ന ഒരാളെ എനിക്ക് സംസാരിക്കാൻ പറ്റി. ഒരുപാട് കാര്യങ്ങൾ മാമിനെ പറ്റി അറിയാം. അപ്പൊ എനിക്കും വേണ്ടത് ഇങ്ങനത്തെ മാമിനെ കുറച്ചും കൂടെ അടുത്തറിയുക, കുറച്ചും കൂടെ സംസാരിച്ചപ്പോ എന്ത് മനസ്സിലായി? പാവാന്ന് മനസ്സിലായി. പാവൊന്നുമല്ല, പക്ഷെ നല്ല സംസാരിക്കാൻ
ഫ്രണ്ട്ലി ആണ് എനിക്ക് പേടിയായിരുന്നു. അയ്യോ എനിക്ക് ബസ്സിൽ പിടിച്ചിരിക്കുവാണ്. അയ്യോ എങ്ങനെ സംസാരിക്കും, ഞാൻ കോസ്റ്റ്യൂം പറഞ്ഞത് അയ്യോ എനിക്ക് പേടിയാണോ എന്ന് വിചാരിച്ചായിരുന്നു ഇരിക്കുന്നത്. എനിക്കേ വേണ്ട. ഞാൻ വളരെ ഓപ്പൺ ഫ്രണ്ട്ലി പേഴ്സൺ ആണ്. അതെ എന്റെ അടുത്തേക്ക് വന്നാ മതി. വരാനാണ് എല്ലാവർക്കും പേടി. അതെ അതാണ് ഞാൻ ചോദിച്ചത്, മുൻധാരണ വെക്കരുത്. മുൻധാരണ വേണ്ട. അതെ സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ആണ്. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. വീട്ടിലെല്ലാരോടും ഞങ്ങളുടെ വിശ്വാസംസകൾ പറയണം. സോ മച്ച്. അതുപോലെ തിരിച്ചും. അതെ ഓക്കെ. ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കട്ടെ. എല്ലാം അവിടെ നല്ല സന്തോഷാവട്ടെ. യുവർ ഫാമിലി ഓൾസോ. എത്ര കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല ആയിട്ടില്ല. ഒരു ഹസ്ബൻഡ് മാത്രമേ. അപ്പൊ കെന്നയുടെ ഫാമിലിക്കും എല്ലാവിധ വിഷു ദിന ആശംസകൾ. ആയിട്ട് വന്നതിലും ഇങ്ങനൊരു കോൺവെർസേഷൻ നമുക്കൊരു എന്താ പറയാ ചിറ്റ് ചാറ്റ് ആയിരുന്നു. അതെ വെരി നൈസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്.